കേരളത്തിലെ 42 ലക്ഷം കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള വലിയ അറിയിപ്പാണിത്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ പുതിയ ലിസ്റ്റ് പുറത്തു വന്നു. 5 ലക്ഷം രൂപ വരെ ഫ്രീ ചികിത്സ ഇപ്പോഴും തുടരും. UDF സർക്കാർ വന്നതോടെ കാരുണ്യ കാർഡിൽ 6 വലിയ മാറ്റം വരുന്നു. പെൻഷൻ വാങ്ങുന്നവർക്ക് കാരുണ്യ കാർഡ് ഉറപ്പായിട്ട് ലഭിക്കും. ഇന്നത്തെ ഈ വീഡിയോയിൽ കാരുണ്യ കാർഡ് 5 ലക്ഷം ചികിത്സ എങ്ങനെ ലഭിക്കും, പുതിയ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് എങ്ങനെ നോക്കാം, പെൻഷൻ വാങ്ങുന്നവർക്ക് കാരുണ്യ കാർഡ് ഉറപ്പാണോ, സ്ത്രീ സുരക്ഷ പെൻഷൻ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇതെങ്ങനെ ഉപയോഗിക്കാം, പെൻഡിംഗ് ആപ്ലിക്കേഷൻ അപ്രൂവ്ഡ് ആകുമോ, ക്യാൻസർ ട്രീറ്റ്മെന്റ് ഫ്രീ ആണോ, റിജക്ട് ആകുന്ന പ്രധാന കാരണങ്ങൾ, ഇതിനാവശ്യമായ രേഖകൾ, UDF വന്നാൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കും തുടങ്ങിയ വിശദ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും വലിയ ആശ്വാസമാണ് കാരുണ്യ കാർഡ്. 5 ലക്ഷം രൂപയുടെ ചികിത്സ 1 രൂപ പോലും അടയ്ക്കാതെ ലഭിക്കും. പക്ഷെ പലർക്കും അറിയില്ല എങ്ങനെ ഉപയോഗിക്കണമെന്നത്. പലരുടെയും ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകുന്നു, പലരും ഫേക്ക് മെസ്സേജ് വിശ്വസിച്ച് പറ്റിക്കപ്പെടുന്നു. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇനി എന്താണ് കാരുണ്യ കാർഡ് എന്ന് നോക്കാം. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നാൽ കേരള സർക്കാരിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. കേന്ദ്രത്തിന്റെ ആയുഷ്മാൻ ഭാരതും സംസ്ഥാനത്തിന്റെ കാരുണ്യയും ചേർന്നതാണ്. ഒരു കുടുംബത്തിന് വർഷം 5 ലക്ഷം രൂപ വരെ ഫ്രീ ആയി ചികിത്സ ലഭിക്കും. സർക്കാർ ആശുപത്രിയിലും അംഗീകൃത സ്വകാര്യ ആശുപത്രിയിലും ഇത് ലഭിക്കും. ഇനി ഈ പദ്ധതിയിൽ ആർക്കൊക്കെ അർഹതയുണ്ട് എന്ന് നോക്കാം. മഞ്ഞ കാർഡുള്ള എല്ലാ കുടുംബത്തിനും ഈ ഒരു പദ്ധതിയിൽ അംഗമാകാം. പിങ്ക് കാർഡുള്ള കുടുംബത്തിനും ഇതിൽ അംഗത്വം എടുക്കാവുന്നതാണ്. ഇതുകൂടാതെ 2011 SEC ലിസ്റ്റിൽ പേരുള്ളവർക്കും ഇത് ലഭിക്കും. UDF വന്നതോടെ നീല കാർഡ് NBS ഉള്ളവർക്കും ലഭിക്കും. വരുമാനം വർഷം 3 ലക്ഷം രൂപയിൽ കുറവാണെങ്കിൽ മതി. കേരളത്തിലെ 42 ലക്ഷം കുടുംബത്തിന് ഇപ്പോൾ കാർഡുണ്ട്. UDFന്റെ പുതിയ തീരുമാനപ്രകാരം ഇത് 60 ലക്ഷമാകും. ഇനി കാരുണ്യ കാർഡിന് പ്രായം നോക്കില്ല. ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞു മുതൽ 100 വയസ്സുള്ള അച്ചാമ്മ വരെ എല്ലാവർക്കും കവറേജ് ഉണ്ട്. ഒരു കാർഡിൽ കുടുംബത്തിലെ 5 പേരുടെ പേര് വരെ ചേർക്കാം. 5 പേർക്ക് കൂടി ആകെ 5 ലക്ഷം രൂപയാണ്. ഒരാൾക്ക് 5 ലക്ഷമല്ല ലഭിക്കുന്നത്. ഇനി എന്തൊക്കെ ചികിത്സ ലഭിക്കുമെന്ന് നോക്കാം. 1800-ൽ പരം രോഗങ്ങൾക്ക് ഫ്രീ ചികിത്സ ലഭിക്കും. ക്യാൻസർ ട്രീറ്റ്മെന്റ്, ഡയാലിസിസ്, ഹാർട്ട് സർജറി, ആൻജിയോപ്ലാസ്റ്റി, ബ്രെയിൻ സർജറി, ലിവർ ട്രാൻസ്പ്ലാന്റ്, കിഡ്നി ട്രാൻസ്പ്ലാന്റ്, ആക്സിഡന്റ് കേസ്, C-സെക്ഷൻ ഡെലിവറി, നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എല്ലാം ഇതിൽ ഉൾപ്പെടും. അഡ്മിറ്റായി കിടന്ന് ചികിത്സ വേണ്ട രോഗങ്ങൾക്ക് മാത്രമാണ് ഇത് ലഭിക്കുന്നത്. OPDക്ക് ഇപ്പോൾ ലഭിക്കില്ല. UDF വന്നാൽ വർഷം 25,000 രൂപ OPDക്ക് കൂടി ലഭിക്കുന്നതാണ്. 2026 ജൂൺ 1 സാമൂഹ്യ നീതി വകുപ്പ് പുതിയ ബെനിഫിഷ്യറി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ഈ ലിസ്റ്റിൽ 18 ലക്ഷം പുതിയ കുടുംബത്തെ കൂടി ചേർത്തിട്ടുണ്ട്. പ്രധാനമായും നീല കാർഡുകാരാണ് പുതുതായിട്ട് വന്നത്. പഴയ ലിസ്റ്റിൽ പേരില്ലാത്തവർക്ക് ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. sha.kerala.government.in എന്ന വെബ്സൈറ്റിൽ കയറണം. ഹോം പേജിൽ ബെനിഫിഷ്യറി സെർച്ച് എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ റേഷൻ കാർഡ് നമ്പർ അടിക്കണം, അല്ലെങ്കിൽ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പേരുണ്ടെങ്കിൽ കുടുംബത്തിലെ എല്ലാവരുടെയും പേര് കാണിക്കുന്നതാണ്. സ്റ്റാറ്റസ് ആക്റ്റീവ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ കാർഡ് ലഭിക്കുന്നതാണ്. ഇനി ഈ ലിസ്റ്റിൽ പേരില്ലെങ്കിൽ 2 കാരണം ഉണ്ടാകും. ഒന്ന്, SECC 2011 ലിസ്റ്റിൽ പേരുണ്ടാവില്ല. 2, വരുമാനം 3 ലക്ഷത്തിൽ കൂടുതലായിരിക്കും. SECC ലിസ്റ്റിൽ പേരില്ലെങ്കിൽ കളക്ടറിന് അപേക്ഷ കൊടുക്കണം. വീട്, വരുമാനം, രോഗം ഇതൊക്കെ നോക്കി കളക്ടർ പ്രത്യേക അനുമതി തരും. UDF സർക്കാർ ഇതിന്റെ നടപടിക്രമങ്ങൾ 15 ദിവസമായി കുറച്ചു. കുടുംബത്തിൽ പുതിയ കുഞ്ഞ് ജനിച്ചാൽ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് ഭാര്യ വന്നാൽ പേര് കൂട്ടിച്ചേർക്കാം. അക്ഷയ സെന്ററിൽ പോയാൽ മതി. ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ 7 ദിവസത്തിനുള്ളിൽ പേര് ആഡാകും. കാർഡ് പുതിയത് പ്രിന്റ് എടുക്കേണ്ടതില്ല, സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ആയാൽ മതി. ഇതുകൂടാതെ പെൻഷൻ പ്ലസ് കാരുണ്യ കാർഡ് ഉള്ളവർക്ക് ഇരട്ട ആനുകൂല്യം ലഭിക്കും. ആ പെൻഷൻ വാങ്ങുന്നവർക്ക് കാരുണ്യ കാർഡ് ഉറപ്പാണ്. കാരണം ക്ഷേമ പെൻഷൻ കിട്ടുന്നത് മഞ്ഞ കാർഡ്, പിങ്ക് കാർഡ് ഉള്ളവർക്കാണ്. മഞ്ഞ, പിങ്ക് കാർഡുള്ള എല്ലാ കുടുംബത്തിനും കാരുണ്യ കാർഡ് ലഭിക്കും. അതുകൊണ്ട് വയോജന പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, അവിവാഹിത പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷം പേർക്കും കാരുണ്യ കാർഡ് ലഭിക്കുന്നതാണ്. ഇനി ഇരട്ട ആനുകൂല്യം എത്തുമോ എന്നൊരു ഡൗട്ട് ഉണ്ടാകും. UDF വന്നതോടെ ഇരട്ട ആനുകൂല്യം ഉറപ്പാണ്. 1 മാസം 3000 രൂപ പെൻഷനാണ്. 2026 ജൂലൈ 1 മുതൽ ലഭിക്കും. രണ്ടാമത്തെ കാര്യം, വർഷം 5 ലക്ഷം രൂപ ഫ്രീ ചികിത്സയാണ്. ഓഗസ്റ്റ് 15 മുതൽ 10 ലക്ഷമാക്കി ഉയർത്തും. കൂടാതെ വർഷം 25,000 രൂപ OPDക്ക് കിട്ടും. പെൻഷൻ വാങ്ങുന്ന കുടുംബത്തിന് 3000 × 12 മാസം കൊണ്ട് 36,000 രൂപ പ്ലസ് 5 ലക്ഷം ചികിത്സയാണ് ലഭിക്കുന്നത്. മൊത്തത്തിൽ കൂട്ടുവാണെങ്കിൽ 5,36,000 രൂപയുടെ സഹായം വർഷം ലഭിക്കും. ഇനി സ്ത്രീ സുരക്ഷാ പെൻഷനുള്ളവർ ശ്രദ്ധിക്കുക. സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ വാങ്ങുന്ന 18 ലക്ഷം സ്ത്രീകൾക്ക് കാരുണ്യ കാർഡ് ലഭിക്കും.
UDF വന്നതോടെ ഈ പെൻഷൻ 3000 രൂപയാക്കും. പേര് വീട്ടമ്മ പെൻഷൻ എന്നാകും. പ്രായം 18 വയസ്സാകും. അപ്പോൾ വീട്ടമ്മ പെൻഷൻ 3000 രൂപയും കാരുണ്യ കാർഡും 5 ലക്ഷവും രണ്ടും കൂടി കിട്ടും. ജൂലൈ 1 മുതൽ പുതിയ തുക ലഭിച്ചു തുടങ്ങും. ഇതുകൂടാതെ കേരളത്തിലെ പെൻഷൻ വാങ്ങുന്നവർക്ക് പുതിയ ഹെൽത്ത് ബെനിഫിറ്റ്സ് ലഭിക്കും. UDF 60 വയസ്സ് കഴിഞ്ഞ പെൻഷനേഴ്സിന് വേണ്ടി പുതിയ ഹെൽത്ത് ബെനിഫിറ്റ്സ് തുടങ്ങുന്നു. പേര് UDF സീനിയർ സിറ്റിസൺ ആരോഗ്യ പ്ലസ് ആണ്. ഇതിൽ 3 സഹായങ്ങൾ ഉൾപ്പെടുന്നു. 1 മാസം 3000 രൂപ പെൻഷനായിട്ട് ലഭിക്കും. 2 വർഷം 10,000 രൂപ മെഡിക്കൽ അലവൻസ് ആണ്. മൂന്നാമത്തെ കാര്യം, മാസം 1 തവണ നഴ്സ് വീട്ടിൽ വന്ന് ഫ്രീ ചെക്കപ്പ് നടത്തും. 60 വയസ്സ് കഴിഞ്ഞ 28 ലക്ഷം പേർക്ക് ഇത് ലഭിക്കും. ഓഗസ്റ്റ് 15 മുതൽ ഇത് തുടങ്ങുന്നതാണ്. LDFന്റെ കാലത്ത് 2024 ജനുവരി മുതൽ പുതിയ കാരുണ്യ കാർഡ് രജിസ്ട്രേഷൻ നിർത്തിവെച്ചിരുന്നു. ബഡ്ജറ്റ് ഇല്ല എന്ന കാരണം പറഞ്ഞാണ് നിർത്തിയത്. 8 ലക്ഷം അപേക്ഷ പെൻഡിംഗ് ആയി കിടക്കുന്നു. UDF ഉടനെ 2026 ജൂൺ 10 രജിസ്ട്രേഷൻ വീണ്ടും ആരംഭിക്കും. ഈ രജിസ്ട്രേഷന് 4 രേഖ നിർബന്ധമാണ്. 1 റേഷൻ കാർഡ് ഒറിജിനൽ വേണം. 2 ആധാർ കാർഡ് കുടുംബത്തിലെ എല്ലാവരുടെയുമാണ്. 3 ഇൻകം സർട്ടിഫിക്കറ്റ് ആണ്. വരുമാനം വർഷം 3 ലക്ഷത്തിൽ താഴെയാണെന്ന് പഞ്ചായത്തിൽ നിന്ന് വാങ്ങേണ്ടതുണ്ട്. 4 പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. മൊബൈൽ നമ്പറും ആവശ്യമാണ്. ഫീസ് ഒന്നും ഈടാക്കുന്നതല്ല, ഫുൾ ഫ്രീ ആണ്. അപ്ലൈ ചെയ്ത് 15 ദിവസത്തിനുള്ളിൽ കാർഡ് സാങ്ഷൻ ആകും. SMS വരും. അക്ഷയയിൽ പോയി പ്രിന്റ് എടുക്കാം. അല്ലെങ്കിൽ sha.kerala.government.in നിന്ന് ഡൗൺലോഡ് ചെയ്യാം. കാർഡ് കിട്ടിയാൽ അന്ന് മുതൽ ഉപയോഗിക്കാം. 5 ലക്ഷം രൂപയുടെ കവറേജ് അന്ന് മുതൽ ആക്റ്റീവ് ആകും. LDFന്റെ കാലത്ത് 8.2 ലക്ഷം ആപ്ലിക്കേഷൻ പെൻഡിംഗ് ആയി കിടക്കുന്നു. 2024 ജനുവരി മുതൽ 2026 മെയ് വരെ ഉള്ളതാണ്. പൈസയില്ല എന്ന് പറഞ്ഞ് അപ്രൂവ് ചെയ്തിട്ടില്ല. UDF വന്ന ഉടനെ ധനവകുപ്പ് 1200 കോടി രൂപ അനുവദിച്ചു. ആ 8.2 ലക്ഷം ആപ്ലിക്കേഷനും 2026 ഓഗസ്റ്റ് 15 മുമ്പ് അപ്രൂവ് ആകും എന്നാണ് UDF ഉറപ്പു തരുന്നത്. ജൂൺ 20 മുതൽ അപ്രൂവ് ആക്കി തുടങ്ങും. ഇനി ഇതിൽ എങ്ങനെ സ്റ്റാറ്റസ് നോക്കാമെന്ന് നോക്കാം. sha.kerala.government.in വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ സ്റ്റാറ്റസ് കാണാം. അപ്രൂവ്ഡ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ പോയി കാർഡ് പ്രിന്റ് എടുക്കാം. പെൻഡിംഗ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ 1800425788 എന്ന നമ്പറിൽ വിളിക്കാം. ഇനി റിജക്റ്റ് ആയാൽ എന്ത് ചെയ്യണം? റിജക്റ്റ് ആയാൽ കാരണം വെബ്സൈറ്റിൽ എഴുതിയിട്ടുണ്ടാകും. സാധാരണ കാരണം ഇൻകം കൂടുതൽ, SECCയിൽ പേരില്ലാത്തതാണ്, ഡോക്യുമെന്റ് ശരിയല്ല എന്നിവയാണ്. കാരണം ശരിയാക്കി വീണ്ടും അപ്ലൈ ചെയ്യാം. കളക്ടറിന് അപ്പീൽ കൊടുക്കാം. 30 ദിവസത്തിനുള്ളിൽ തീരുമാനം ലഭിക്കും. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. കേരളത്തിൽ 200ൽ പരം സ്വകാര്യ ആശുപത്രിയിൽ കാരുണ്യ കാർഡ് ഉണ്ട്. അമൃത ഹോസ്പിറ്റൽ കൊച്ചി, കിംസ് ട്രിവാൻഡ്രം, ലക്ഷോർ കൊച്ചി, ബേബി മെമ്മോറിയൽ കാലിക്കറ്റ്, കരിദാസ് കോട്ടയം, ജൂബിലി തൃശൂർ, പുഷ്പഗിരി തിരുവല്ല, MIMS കാലിക്കറ്റ് ഇവിടെയൊക്കെ ലഭിക്കും. ഫുൾ ലിസ്റ്റ് sha.kerala.government.in ഉണ്ട്. UDF 500 ആശുപത്രി കൂടി ചേർക്കും. ഇനി ഉപയോഗിക്കുന്ന വിധം, പ്രൈവറ്റ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുമ്പോൾ ഇൻഷുറൻസ് കൗണ്ടറിൽ പോകണം. അവിടെ കാരുണ്യ കൗണ്ടർ ഉണ്ടാകും. ആധാർ കാർഡും റേഷൻ കാർഡും കൊടുക്കണം. അവർ ഫിംഗർ പ്രിന്റ് എടുക്കും. ഉടനെ തന്നെ അപ്രൂവൽ ലഭിക്കും. പൈസ ഒന്നും ഡെപ്പോസിറ്റ് വെക്കേണ്ടതില്ല. അഡ്വാൻസും കൊടുക്കേണ്ടതില്ല. ഡിസ്ചാർജ് സമയത്ത് ബിൽ 0 ആകും. സർക്കാർ നേരിട്ട് ഹോസ്പിറ്റലിന് പൈസ കൊടുക്കുന്നതാണ്. ഇനി അവിടെ എന്ത് ചികിത്സ ലഭിക്കുമെന്ന് നോക്കാം. പ്രൈവറ്റ് ഹോസ്പിറ്റൽ എല്ലാ മേജർ സർജറിക്കും ഇത് ലഭിക്കും. ഹാർട്ട് സർജറി, ആൻജിയോപ്ലാസ്റ്റി, ബ്രെയിൻ സർജറി, ക്യാൻസർ ട്രീറ്റ്മെന്റ്, കിഡ്നി ട്രാൻസ്പ്ലാന്റ്, ലിവർ ട്രാൻസ്പ്ലാന്റ്, നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ്, സ്പൈൻ സർജറി എല്ലാത്തിനും ലഭിക്കും. ഡെലിവറിക്കും ലഭിക്കും. നോർമൽ ഡെലിവറിക്ക് 15,000 രൂപ വരെയും, C-സെക്ഷൻ 25,000 രൂപ വരെയും, ബേബി ICUക്ക് പ്രത്യേകം 1 ലക്ഷം രൂപ വരെയും ലഭിക്കും. ഇനി അവിടെ കിട്ടാത്ത ചികിത്സകൾ OPDക്ക് ഇപ്പോൾ ലഭിക്കില്ല. UDF വർഷം 25,000 രൂപ OPDക്ക് കിട്ടും. കോസ്മെറ്റിക് സർജറി, ഡെന്റൽ ട്രീറ്റ്മെന്റ്, ഐ ചെക്കപ്പ് ഇതൊന്നും ലഭിക്കില്ല. ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന് ലഭിക്കില്ല. മരുന്ന് വാങ്ങാൻ അഡ്മിറ്റ് ആകാതെ കിട്ടില്ല. ഓഗസ്റ്റ് 15 മുതൽ മരുന്ന് ഫ്രീ ആയിട്ട് ലഭിക്കും. ഇനി എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, ക്യാൻസർ ട്രീറ്റ്മെന്റ് ഫ്രീ ആണോ എന്നുള്ളത്. ക്യാൻസർ ട്രീറ്റ്മെന്റിന് കാരുണ്യ കാർഡ് വെച്ച് ഫുൾ ഫ്രീ ആണ്. RCC ട്രിവാൻഡ്രം, മലബാർ ക്യാൻസർ സെന്റർ തലശ്ശേരി, കൊച്ചിൻ ക്യാൻസർ സെന്റർ ഇവിടെ 100% ഫ്രീ ആണ്. കീമോതെറാപ്പി, റേഡിയേഷൻ, സർജറി, മരുന്നെല്ലാം ഫ്രീ ആണ്. 5 ലക്ഷം രൂപ വരെ 1 വർഷം ഉപയോഗിക്കാനായിട്ട് കഴിയും. UDF പുതിയ സ്കീം തുടങ്ങുന്നു. പേര് ക്യാൻസർ ഷീൽഡ് ആണ്. ക്യാൻസർ രോഗികൾക്ക് 5 ലക്ഷം കഴിഞ്ഞാലും ചികിത്സ മുടങ്ങില്ല. ലിമിറ്റ് ഇല്ലാതെ സർക്കാർ മുഴുവൻ പൈസയും കൊടുക്കും. മരുന്ന് ലൈഫ് ലോങ് ഫ്രീ ആണ്. മാസം 5,000 രൂപ ന്യൂട്രീഷൻ അലവൻസ് ബാങ്കിൽ വരും. ഓഗസ്റ്റ് 15 മുതൽ ഇത് ആരംഭിക്കും. ഇനി ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. ക്യാൻസർ ആണെന്ന് തെളിയിക്കുന്ന ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് വേണം. RCCയിൽ നിന്നോ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നിന്നോ ഇത് വാങ്ങണം. ആ സർട്ടിഫിക്കറ്റ്, ആധാർ, റേഷൻ കാർഡായി കളക്ടറിന് അപേക്ഷ കൊടുക്കണം. 7 ദിവസത്തിനുള്ളിൽ ക്യാൻസർ ഷീൽഡ് കാർഡ് ലഭിക്കും. ഈ കാർഡ് കാണിച്ചാൽ എല്ലാ ചികിത്സയും ഫ്രീ ആയിരിക്കും. പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇത് ലഭിക്കുമോ എന്ന് ഡൗട്ട് ഉണ്ട്. അമൃത ഹോസ്പിറ്റൽ, അസ്റ്റർ മെഡിസിറ്റി, കിംസ് ഇവിടെയൊക്കെ ക്യാൻസർ ട്രീറ്റ്മെന്റ് കാരുണ്യ കാർഡ് അക്സെപ്റ്റ് ചെയ്യും. 5 ലക്ഷം വരെ ഫ്രീ ആണ്. ക്യാൻസർ ഷീൽഡ് കാർഡ് ഉണ്ടെങ്കിൽ 5 ലക്ഷം കഴിഞ്ഞാലും ഫ്രീ ആണ്. PET സ്കാൻ, ഇമ്യൂണോതെറാപ്പി പോലുള്ള വലിയ ചികിത്സയും ഇവിടെ ലഭിക്കും.
5 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് കിട്ടാൻ വേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുമ്പോൾ 3 രേഖ നിർബന്ധമാണ്. 1 ആധാർ കാർഡ് ഒറിജിനൽ ആണ്, 2 റേഷൻ കാർഡും 3 ഡോക്ടറിന്റെ അഡ്മിഷൻ സ്ലിപ്പുമാണ്. ഈ 3 എണ്ണം കാരുണ്യ കൗണ്ടറിൽ കൊടുത്താൽ മതി, ഫോട്ടോ കോപ്പി വേണ്ട. ഇനി കാർഡ് ഇല്ലെങ്കിൽ, കാർഡ് എടുത്തിട്ടില്ലെങ്കിൽ പേടിക്കേണ്ട, ആധാർ നമ്പർ പറഞ്ഞാൽ മതി. ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ ഫിംഗർ പ്രിന്റ് വെച്ച് അപ്രൂവൽ തരും. കാർഡ് നിർബന്ധമില്ല, ആധാറാണ് പ്രധാനം. ആക്സിഡന്റ് പോലുള്ള എമർജൻസി ആണെങ്കിൽ ഡോക്യുമെന്റ്സ് ഒന്നും വേണ്ട, ആധാർ നമ്പർ പറഞ്ഞാൽ മതി. 48 മണിക്കൂർ എല്ലാ ചികിത്സയും ഫ്രീ ആണ്. 48 മണിക്കൂറിനുള്ളിൽ ഡോക്യുമെന്റ്സ് കൊണ്ടുവന്നാൽ മതി. UDF ലൈഫ് സർവീസ് സ്കീം പ്രകാരം 2 ലക്ഷം രൂപ വരെ ഫ്രീ ആണ്. ഇത് ഡിസ്ചാർജ് സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ബില്ല് കിട്ടും. ആ ബില്ലിൽ പേഷ്യന്റ് കോപ്പി എന്ന് എഴുതിയിരിക്കും. എമൗണ്ട് 0 ആയിരിക്കും, അത് വാങ്ങി വെക്കണം. പിന്നീട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഈ ബില്ല് കാണിക്കാനായിട്ട് സാധിക്കും. കാരുണ്യ കാർഡ് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. 5 ലക്ഷം രൂപയുടെ ചികിത്സ പേടിക്കാതെ ചെയ്യാം. UDF വന്നതോടെ 10 ലക്ഷമാക്കി, പെൻഷൻ 3000 ആക്കി, പുതിയ പെൻഷൻ 3000 കൂടി തന്നു. ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കാം. 60 ലക്ഷം കുടുംബം അറിയേണ്ട കാര്യമാണ്. ജീവോ ഇറങ്ങിയാൽ ഉടനെ വീഡിയോ ഇടുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക. എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.